അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് യേശുദേവന്റെയും അടൽജിയുടെയും ജന്മദിനം ഡിസംബർ 25 പ്രകൃതിയുടെ ഒരു യാദൃശ്ചികതയാവാം. ലോകത്തിലെ വലിയ ഒരു ജനവിഭാഗത്തിന്റെ ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ആധ്യാത്മിക സമൂഹത്തിന്റെ പ്രണേതാവായിട്ടുള്ള യേശുദേവന്റെ തിരുപ്പിറവിയുടെ ദിവസം തന്നെയാണ് നമ്മുടെ ഭാരതത്തെ ലോകത്തിന് മുമ്പിൽ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, അതിന് വളരെ വലിയൊരു അടിത്തറ പാകിയ രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയും ജനപ്രിയ നേതാവുമായിരുന്ന അടൽജിയുടെ 100ാം ജന്മദിനവും ഇന്ന് ഒരുമിച്ച് വന്നു. യേശുദേവന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചും ക്രിസ്മസിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും വിശദമായി ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അത് സുപരിചിതമാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയുമായി, ദേശീയ പ്രസ്ഥാനങ്ങളുമായി അടുത്തു വരുന്നതിൽ നമ്മുടെ വ്യവസ്ഥാപിതമായ മുന്നണിയിലെ ആളുകൾക്കും അതിന്റെ കാരണമാണ്. BJP എങ്ങനെയാണ് ക്രൈസ്തവരുമായിട്ട് യോജിക്കുന്നത്? BJP എപ്പോഴും സംഘപരിവാർ എപ്പോഴും ക്രൈസ്തവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ്. അങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. കോൺഗ്രസിലെ ആളുകൾ, കമ്മ്യൂണിസ്റ്റിലെ ആളുകൾ, പിന്നെ മാധ്യമങ്ങൾ. പാലയൂർ പള്ളിയിൽ ഇന്നലെ പോലീസ് ക്രിസ്മസ് കരോൾ തടഞ്ഞു. ഒരു വാർത്തയും ഞാൻ നടന്നു. പാലയൂർ പള്ളിയിൽ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് അവിടെ എത്തുന്നതിന് എത്തി 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടുത്തെ കരോൾ പോകുമ്പോ അവര് കട്ടിൽ പിതാവ് അവിടെ പോയപ്പോ തടഞ്ഞു. ആര് പറഞ്ഞു നിങ്ങൾ കരോൾ കൊണ്ടു? ആരാ ചോദിച്ചത്? സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയന്റെ വകുപ്പിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഒരു പ്രതിഷേധം ഞാൻ കണ്ടില്ല. മനോരമയ്ക്ക് കുഴപ്പമില്ല, മാതൃഭൂമിക്ക് കുഴപ്പമില്ല, ഏഷ്യാനെറ്റിന് കുഴപ്പമില്ല, മീഡിയക്കാരന് ആർക്കും കുഴപ്പമില്ല, ഒരാൾക്കും കുഴപ്പമില്ല. പാലയൂർ പള്ളിയിൽ കരോൾ തടഞ്ഞതിന് ആരും പ്രതിഷേധിക്കുന്നില്ല. തിരുവല്ലയിൽ ഇന്നലെ വലിയ ആക്രമണം നടന്നിരിക്കുന്നു ക്രിസ്മസ് പരിപാടിക്കെതിരായിട്ട്. ഒരു പരാതിയില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾ ശരിയായി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. വളരെ വലിയ ദുരുദ്ദേശം കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ BJP അതിൽ പങ്കുവെക്കുന്നതിൽ അവർക്ക് സഹിക്കുന്നേയില്ല. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന, ന്യൂനപക്ഷ പരിഗണന വേണം എന്ന് ഏത് പാർട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്? കോൺഗ്രസ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഒരേ ഒരു പാർട്ടിയെ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലെ 2 മതന്യൂനപക്ഷങ്ങളെയും, പ്രധാനപ്പെട്ട 2 മതന്യൂനപക്ഷങ്ങളെയും അവർക്ക് തുല്യമായിട്ടുള്ള പരിഗണന കിട്ടണം. വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ജനസംഖ്യയ്ക്ക് അനുപാതത്തിൽ കിട്ടണം, അല്ലാതെ 80-20 കിട്ടിയ പോലാണ്. ഇത്രയും പുരോഗമനപരമായ ഒരു നിലപാട് കേരളത്തിലെ ഏത് പൊളിറ്റിക്കൽ പാർട്ടി പറഞ്ഞിട്ടുണ്ട്? ഓൺലി BJP. കേരളത്തിൽ വഖഫ് ബോർഡിന്റെ അധിനിവേശം ഒരു നിയന്ത്രണവുമില്ലാതെ ഏത് ഭൂമിയും ഏറ്റെടുക്കുന്ന, വഖഫ് വകുപ്പായി പ്രഖ്യാപിക്കുന്ന ഒരു കരിനിയമത്തിനെതിരായി ഏത് പാർട്ടി സംസാരിച്ചിട്ടുണ്ട്? BJP മാത്രമാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടത്തുകയും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ബോധപൂർവ്വം ലക്ഷ്യം വെച്ച് ലവ് ജിഹാദ് നടത്തുകയും ചെയ്യുമ്പോൾ
കോൺഗ്രസ് പാർട്ടി എവിടെയായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയായിരുന്നു? CPM പാർട്ടി എവിടെയായിരുന്നു? ബിഷപ്പ് ഹൗസിലേക്ക് PFIക്കാർ മാർച്ച് നടത്തിയപ്പോ കോൺഗ്രസ് പാർട്ടി എവിടെയായിരുന്നു? CPM പാർട്ടി എവിടെയായിരുന്നു? അരിയും മലരും മാത്രമല്ല, നീ കുന്തിരിക്കവും കരുതിക്കോ എന്ന് കേരളത്തിലെ 17% വരുന്ന ക്രിസ്ത്യാനികളുടെ മുഖത്ത് നോക്കി PFI ആക്രോശിച്ചപ്പോ കോൺഗ്രസ് പാർട്ടി എവിടെയായിരുന്നു? CPM പാർട്ടി എവിടെയായിരുന്നു? അവിടെയെല്ലാം വോട്ട് ബാങ്ക് രാഷ്ട്രീയം പറ്റിയിട്ടല്ല, ഒരു വോട്ടും കിട്ടും വിചാരിച്ചിട്ടല്ല, സുരേഷ് ഗോപി ജയിക്കുന്നതിന് എത്ര മുമ്പെയാണ് അല്ലെ ശരിയായ നിലപാടെടുത്തത് BJP ആണ്. BJP കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ എല്ലാ ആശങ്കകളോടൊപ്പം നിന്നിട്ടുണ്ട്. മീഡിയ ഒന്നും കൈരളിയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും മനോരമയും പറഞ്ഞാൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം BJPക്ക് എതിരാവും എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ ഇവിടെ നടപ്പാൻ പോകുന്നില്ല. ആ ധാരണ തീർക്കുന്നതാണ് നല്ലത്. ക്രൈസ്തവ സഹോദരന്മാർക്ക് കളങ്കലേശമില്ലാതെ BJPയെ തിരിച്ചറിയാൻ കഴിയും. ശരിയായ നിലപാട് നാം സ്വീകരിച്ചിട്ടുണ്ട്. അത് ന്യൂനപക്ഷ പ്രീണന നിലപാടല്ല, വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള കാപട്യങ്ങളല്ല. നരേന്ദ്രമോദിയും BJPയും സ്നേഹയാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ തട്ടി തന്നെയാണ് പറഞ്ഞത്. അത് ഇനിയും മുന്നോട്ട് പോകും. ആർക്കും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കും. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അടൽ ബിഹാരി വാജ്പേയി ഇതുപോലൊരു പ്രധാനമന്ത്രിയെ, ഇതുപോലൊരു രാഷ്ട്രീയ നേതാവിനെ, ഇതുപോലൊരു ജനനായകനെ മറ്റൊരു പാർട്ടിക്കും ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയം. അത്ര ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എല്ലാ നിലയ്ക്കും ഈ രാജ്യത്തിന്റെ ഒരു സൽപുത്രൻ, മികച്ച പാർലമെന്റേറിയൻ, ഒന്നാന്തരം കവി. ഒരു കവിയായിരുന്നെങ്കിൽ ഒരു എത്ര ജ്ഞാനം കൂടെ വേണമെങ്കിൽ അതിന് കിട്ടും. സഹൃദയൻ, ഉജ്ജ്വലനായ വാഗ്മി, ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വിദേശകാര്യ മന്ത്രി, രാജ്യത്തെ ആദ്യത്തെ നോൺ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ. നിങ്ങൾ ചോദിക്കും, മൊറാർജി ദേശായി ഉണ്ടായിരുന്നില്ലേ, VP സിംഗ് ഉണ്ടായിരുന്നില്ല, ചന്ദ്രശേഖർ? അവരൊന്നും കോൺഗ്രസ് പാർട്ടി വിട്ടു വന്നവരാണ് അവരെല്ലാവരും. പക്ഷെ ആദ്യത്തെ കോൺഗ്രസുമായിട്ടൊരു പുലബന്ധം പോലും ഇല്ലാത്ത, കോൺഗ്രസിന്റെ എല്ലാ ആശയങ്ങളെയും നഖശികാന്തം എതിർത്തിരുന്ന, സമ്പൂർണമായിട്ടുള്ള കോൺഗ്രസ് വിരുദ്ധ പാർട്ടിയുടെ ആശയങ്ങളുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് 1977 അവസരം കിട്ടി. വിദേശകാര്യ വകുപ്പായിരുന്നു. സുവർണകാലം എന്നല്ല എല്ലാവരും പറഞ്ഞു. പാകിസ്ഥാൻ, നമ്മൾ നിരന്തരം സംഘർഷത്തിലിരിക്കുന്ന പാകിസ്ഥാൻ. കാരണം സംഘർഷമല്ല, സമന്വയമാണെന്നുള്ള ഭാരതീയ ചിന്ത അദ്ദേഹം വിദേശകാര്യ മന്ത്രിയായപ്പോഴാണ്. ഇന്നും പാകിസ്ഥാനിലെ ഏത് പത്രപ്രവർത്തകരോടും ചരിത്രകാരനോടും നിങ്ങൾ ചോദിക്കുമ്പോഴും വാജ്പേയി, സുഷമ സ്വരാജ് ഇവരുടെ പേരുകളെല്ലാം. അപ്പോ വിദേശകാര്യ മന്ത്രിയായിരുന്നപ്പോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോ നമുക്കറിയാം എങ്ങനെയാണ് അദ്ദേഹത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത്. ആദ്യം 13 ദിവസം പ്രധാനമന്ത്രിയായി. അധികാരത്തിൽ കടിച്ചു നോക്കാൻ അദ്ദേഹം ഒരു തരത്തിലുള്ള കുതിര കച്ചവടത്തിനും തയ്യാറായില്ല. 13 മാസം ഒരു വോട്ടിന് തോറ്റപ്പോഴും, അതാണ് ഒറ്റ വോട്ടിന് വിശ്വാസപ്രമേയത്തിൽ പരാജയപ്പെട്ടപ്പോഴും അദ്ദേഹം കോൺഗ്രസ് കാണിച്ച ഒരു കളിയും കളിച്ചില്ല. എന്താണ് ജനാധിപത്യം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ജനാധിപത്യം സംരക്ഷിക്കാൻ അദ്ദേഹം അടിയന്തരാവസ്ഥയിൽ ജയിലിൽ കിടന്നു, പോരാട്ടങ്ങൾ നയിച്ചു. വിദേശകാര്യ മന്ത്രിയായപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല വിദേശകാര്യ മന്ത്രി, ഭരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ആദ്യത്തെ പ്രധാനമന്ത്രിയായപ്പോൾ എത്ര വിപ്ലവം. ഇന്നിപ്പോ ഈ രാജ്യത്ത് നടക്കുന്ന പല വിപ്ലവങ്ങളുടെയും ബേസ്മെന്റ് ഇട്ടത് അടൽജിയാണ്. നോക്കൂ, ആ കാലം ഏതായിരുന്നു? മൻമോഹൻ സിംഗ്, അതിന്റെ മുൻഗാമിയായിരുന്ന നരസിംഹറാവു 1991 രാജ്യത്ത് ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഗ്ലോബലൈസേഷൻ നടപ്പാക്കിയപ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടായി രാജ്യത്ത്. പക്ഷെ വാജ്പേയി പറഞ്ഞു, ലോകത്തിന് ഗ്ലോബലൈസേഷനിൽ പിന്നോട്ട് പോകാൻ കഴിയില്ല.
ലോകം ഒരു ആഗോള ഗ്രാമമായിട്ട് മാറിയിരിക്കും. ഓപ്പൺ മാർക്കറ്റ് വരിക. നിങ്ങൾക്ക് ഒരു രാജ്യത്തിനും അവരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഗ്ലോബലൈസേഷനും ആഗോള ഉദാരവൽക്കരണ നയങ്ങളും എന്തായാലും നമ്മുടെ രാജ്യം നടപ്പാക്കിയേ കഴിയുള്ളൂ. പക്ഷേ അതിനൊരു ഹ്യൂമൻ ടച്ച് വേണം. ആദ്യമായിട്ട് പറഞ്ഞത് 91 നരസിംഹറാവു ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കിയതിന് ശേഷം വാജ്പേയി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഗ്ലോബലൈസേഷൻ വിത്ത് ഹ്യൂമൻ, അതിന് ഹ്യൂമാനിറ്റി, ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസർവേഷൻ നമ്മുടെ യന്ത്രങ്ങളാണ്. അതുകൊണ്ടാണ് വാജ്പേയി സർക്കാർ ദീൻദയാൽ ഉപാധ്യായയുടെ പ്രത്യയശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, ആശയത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ദീൻദയാൽ ഉപാധ്യായയുടെ സമ്പൂർണമായിട്ടുള്ള അന്ത്യോദയം അവസാനത്തെ വരിയിൽ നിൽക്കുന്ന ആൾക്ക് കൊടുക്കണം. വാജ്പേയി നടപ്പാക്കി. ഇന്നിപ്പോ 5 കിലോ സൗജന്യ അരി, അതുപോലത്തെ ധാരാളം സ്കീമുകൾ മോദി നടപ്പാക്കുമ്പോൾ അതിന് തുടക്കമിട്ടാണ് വാജ്പേയിയാണ്. ഓർമ്മയില്ല അന്നത്തെ അന്ത്യോദയ പദ്ധതി. അന്നം, ഈ രാജ്യത്തെ എല്ലാ പൗരനും ആഹാരം കഴിക്കാൻ, പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ശരിയായ നിലപാടെടുത്ത് വാജ്പേയി നടപ്പാക്കിയ അന്ത്യോദയ അന്നയോജന പദ്ധതിയാണ് പിന്നീട് നരേന്ദ്രമോദിജിക്ക് ഈ രീതിയിലുള്ള പദ്ധതികളെല്ലാം നടപ്പാക്കുന്നതിന് കാരണമായി. കുടിവെള്ളം, ജലസേചനം, മരുന്നുകൾ, ഭക്ഷണം, വീട്, തൊഴിൽ, അങ്ങനെ ഇന്ന് നരേന്ദ്രമോദി സർക്കാർ സാച്ചുറേഷൻ വിജയത്തിലെത്തിച്ച എല്ലാ പദ്ധതികളും തുടക്കമിട്ടത് ആ വാജ്പേയിയുടെ സർക്കാർ. കർഷകർക്ക് ആനുകൂല്യങ്ങൾ ഏത് കാലത്താണ് കിട്ടി തുടങ്ങിയത്? വാജ്പേയിയുടെ സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇപ്പോ നമുക്ക് ഓർമ്മയില്ല, ഈ ടെലിഫോണൊക്കെ അന്നെന്തായിരുന്നു ഇവിടെ സ്ഥിതി വാജ്പേയി വരിക്കും. വാജ്പേയിയാണ് ആ സർക്കാരിന്റെ കാലത്ത് പ്രമോദ് മഹാജൻ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ടെലികോം സ്വകാര്യവൽക്കരണം എന്നുള്ള ഒരു തുടക്കം കൊണ്ടുപോകുന്നത്. എന്തായിരുന്നു ഇവിടുത്തെ ഒരു തുടക്കം? ടെലികോം സ്വകാര്യവൽക്കരിക്കാൻ തുടങ്ങിയാൽ ഇവിടെ BSNL മൊണോപ്പൊളി പോയാൽ ഇവിടെ മുഴുവൻ കുത്തക കമ്പനികൾ വന്ന് നിറയും. അവർ തീരുമാനിക്കും, ചാർജ് മുഴുവൻ അവർ തീരുമാനിക്കും. ഇങ്ങനെയായിരുന്നു. ഇന്നിപ്പോ എന്താ, ഇന്ന് എത്ര ടെലിഫോൺ കമ്പനികളുണ്ട്? ഇന്ന് എത്ര ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നു? തുടക്കം കുറിച്ചത്, വിപ്ലവകരമായ തുടക്കം കുറിച്ചത്. സാം പിട്രോഡയുടെ പേര് ആൾക്കാർ പറയുന്നുണ്ട്, ഒന്നുമില്ല, അവരെല്ലാം തട്ടിപ്പ് പറയുന്നു. പക്ഷെ ശരിയായ നിലയിൽ വാജ്പേയി സർക്കാരാണ്. ഇൻഷുറൻസ് മേഖല സ്വകാര്യവൽക്കരിക്കാൻ വാജ്പേയി തീരുമാനമെടുത്ത സർക്കാർ വലിയ വിപ്ലവം നടന്നു ഇവിടെ. വെറും 6-7% ടോട്ടൽ ഇന്ത്യക്കാരിൽ ഇൻഷുർ ചെയ്യപ്പെട്ടു. അങ്ങനെയാണോ ഇന്ന് എന്തെല്ലാം ഇൻഷുറൻസ് സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു? അങ്ങനെ ഓരോ മേഖലയിലും അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഗ്ലോബലൈസേഷൻ ഒരു മാനുഷിക മുഖം നൽകി രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാനും ലോകത്തിന് മുമ്പിൽ മത്സരിക്കാനും ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ന് കാണുന്ന രീതിയിൽ വളരാനും അടിത്തറ പാകിയ അദ്ദേഹത്തിന്റെ ചരിത്രം എന്നും ഈ ലോകത്ത് സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്ന ചരിത്രം. നിരവധി കാര്യങ്ങൾ വാജ്പേയിയെ കുറിച്ച് പറയാനുണ്ട്. ഈ സന്ദർഭം അതിനെ പറ്റിയതല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിൽ കടക്കുന്നില്ല. അടൽജി ഒരു മാതൃകാ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മാനുഷിക മുഖം അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയിലും അദ്ദേഹം കാണിച്ചു. ആത്മവിശ്വാസത്തോടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് മുന്നോട്ട് പോകാനുള്ള പ്രേരണ രാജ്യത്തിന് നൽകി. 13 ദിവസം ഭരിച്ച് ഇവിടുത്തെ എല്ലാ കള്ളക്കളികളെയും അതിജീവിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ സർക്കാർ പ്രധാനമന്ത്രി പദം രാജിവെക്കുന്ന പ്രശ്നമുണ്ട്, തിരിച്ചു വരും, ഈ രാജ്യത്ത് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും. ആരും സ്വപ്നം കണ്ടില്ല വാജ്പേയി പ്രധാനമന്ത്രി തിരിച്ചു വരുന്നു. തിരിച്ചു വന്നില്ല. കൺസെൻസസ് എന്നുള്ളത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ അതുവരെ കൺസെൻസസ് ഉണ്ടായിരുന്നില്ല. എത്ര പാർട്ടികളുണ്ട്? 24 പാർട്ടികളെ വെച്ച് മൂന്നാം തവണ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കാലാവധി പൂർത്തിയാക്കാൻ നമ്മൾ 4 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടല്ലാതെ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരോട് പോലും യോജിപ്പിന്റെ മാർഗം കണ്ടെത്താൻ കഴിയുന്ന ഭാരതത്തിന്റെ സമന്വയം എന്നുള്ള ചിന്താധാര രാഷ്ട്രീയത്തിൽ അദ്ദേഹം
അനായാസം അനിസ്തര സാധാരണമായ മെയ്വഴക്കത്തോടെ 5 വർഷം ഒരു തരി കറപ്ഷൻ ഇല്ല. പറഞ്ഞല്ലോ ശവപ്പെട്ടി പോകണമെന്നൊക്കെ വാജ്പേയി സർക്കാരിന്. കള്ളപ്രചരണം അന്നുണ്ടായിരുന്നു ഇതിനേക്കാൾ നല്ല രീതിയിൽ, മോശമായ രീതിയിൽ. എന്തായി ശവപ്പെട്ടി കുമ്പോണം അന്വേഷിച്ചു? വലിയ ആരോപണമായിരുന്നു. ഈ രാജ്യം മുഴുവൻ കൊള്ളയടിച്ചവരുടെ ആരോപണമായിരുന്നു. പക്ഷെ കറകളഞ്ഞ് മോദിയെ പോലെ BJPയുടെ മറ്റ് മന്ത്രിമാരെ പോലെ കറകളഞ്ഞ് ഈ രാജ്യത്ത് അഴിമതി ഇല്ലാതെ ഭരിക്കാൻ സാധിക്കും എന്ന ആദ്യത്തെ 13 മാസവും പിന്നീട് 5 കൊല്ലവും തെളിയിച്ചു തന്ന ഭാരതത്തിന്റെ മഹാനായ പുത്രൻ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഈ വർഷം ഇന്ന് തുടങ്ങി. ഇന്ന് മുതൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിപുലങ്ങളായ ബഹുമുഖ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ്. ഇതിന്റെ തുടക്കമാണ്. എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുകയാണ്. പുതുവത്സരാശംസകൾ നേരുകയാണ്. ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അടൽജിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.